നമസ്കാരം. അൽനസർ ലോ കോളേജ് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ദിനാചരണം റിട്ടയർഡ് ജസ്റ്റ് കമൽ ഭാഷ ഉദ്ഘാടനം നിർവഹിച്ചു. To commemorate the adoption of Universal Declaration of Human Rights by the United Nations General Assembly. The Universal Declaration of Human Rights contains two sets of rights: the civil and political rights and social, economic and cultural rights. Our constitution incorporated most of the civil and political rights in part 3 of the constitution as fundamental rights, and the social, economic and cultural rights in part 4 of the constitution as directive principles of state policy. Our Indian judiciary has played a very important role in protecting the human rights of people. 53 mandates legislation to implement human rights instruments to our courts. The Supreme Court has held that even in the absence of legislation, court can rely on international instruments or agreements to protect human rights of people if it is not inconsistent with fundamental rights. Relied on the Convention on the Elimination of all forms of discrimination against women and issued guidelines to protect women from sexual harassment at workplace. നമുക്ക് നേടിയെടുക്കാനും അതിനെക്കുറിച്ചുള്ള ക്ലാസ്സിൻ്റെ സാറ് നല്ല വ്യക്തമായി നിങ്ങൾക്ക് തരും. ഇവിടെ എത്തിച്ചേർന്ന സാറിന് ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ്. കാരണം ഇത്ര ദൂരത്തുനിന്ന് നമ്മൾ വിളി കേട്ട് ഇവിടെ എത്തിച്ചേർന്നു. കൂടാതെ ഒരു സന്തോഷം കൂടിയുണ്ട്, ഈ സെമിനാർ ഹാളിൽ ആദ്യമായി ഫംഗ്ഷൻ നടത്തുന്നത് സാറിനെ വെച്ചുകൊണ്ടാണ് ഏറെ അനുമാനം ഈ മാനേജ്മെൻറ്റിന്. അതിനും സാറിനോട് ഞാൻ നന്ദി പറയുന്നു. അതുകൊണ്ട് എൻ്റെ ഭാഗ്യമൊക്കെ ഞാൻ വിരാമം കൊടുക്കുന്നു. നന്ദി, നമസ്കാരം. അതായത് ആർട്ടിക്കിൾ 14 ഇക്വാളിറ്റി മുതൽ തുടങ്ങി ഉള്ള മൗലിക അവകാശങ്ങൾ എല്ലാം തന്നെ ആർട്ടിക്കിൾ 21 പറ്റി വരും. അത്രയും മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. കാരണം ആർട്ടിക്കിൾ 21 വ്യാപ്തി എന്ന് പറഞ്ഞാൽ അത്രയും വലുതാണ്. ദ റൈറ്റ് ടു ലൈഫ് എന്ന് അതിന് ക്യാപ്ഷൻ കൊടുത്തേക്കുന്നെങ്കിലും അതിനകത്ത് പറഞ്ഞേക്കുന്നത് അതല്ല. നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് ത്രൂ ദി ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്നുള്ളതാണ് നീ പറഞ്ഞേക്കുന്നത്. പക്ഷേ അതാണ് റൈറ്റ് ടു ലൈഫ് എന്ന് നമ്മൾ പറയും. ആർട്ടിക്കിൾ 21 ഒരു കാലത്ത്, അതായത് ആർട്ടിക്കിൾ 14 ആയിരുന്നു ഒരു കാലത്ത് വളരെ ഇമ്പോർട്ടൻസ് ആദ്യം കൊടുത്തിരുന്നത്. ഭരണഘടന വന്നു കഴിഞ്ഞപ്പോൾ ആർട്ടിക്കിൾ 14 ആണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇക്വാളിറ്റി, റൈറ്റ് ടു ഇക്വാളിറ്റി. പക്ഷേ ഇക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ചെറിയ ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. എല്ലാം ഇക്വാളിറ്റി കൊണ്ടെല്ലാം ആവുന്നില്ല മനുഷ്യന്. ഇപ്പം എല്ലാം ഇക്വാളിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഇക്വാളിറ്റി, അതായത് ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാത്ത ഇക്വാളിറ്റി, പുരുഷനും സ്ത്രീക്കും ഒരേപോലുള്ള ഇക്വാളിറ്റി, എല്ലാ മനുഷ്യർക്കും ഉള്ള ഈക്വൽ ട്രീറ്റ്മെൻറ്റ്, ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ബൈ ലോസ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് മാത്രം മനുഷ്യാവകാശങ്ങളൊന്നും ആവുന്നില്ല. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ ഇക്വാളിറ്റി ആവുന്നുള്ളൂ. ബാക്കി എത്രയോ ഉണ്ട്. ജസ്റ്റിസ്, നീതി, അതെന്ന് പറയുന്നത് അത് വളരെ വലിയൊരു കാഴ്ചപ്പാടല്ലേ നീതി എന്ന് പറയുന്നത്. ഏതൊക്കെ ആയിരിക്കണം ഇത്. അതുപോലെ തന്നെ ലിബർട്ടി, ഫ്രറ്റേണിറ്റി, ഇതൊക്കെ പറയുമ്പോൾ ഇത് എല്ലാം വരണം, മനുഷ്യാവകാശത്തിനകത്ത് വരണം. ഇത് മാത്രമല്ല കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിൾ പറഞ്ഞേക്കുന്നത് മാത്രമല്ല, അതേപോലെ തന്നെ അതിൽ പറഞ്ഞേക്കുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മാത്രമല്ല, ഫണ്ടമെൻ്റൽ ഫ്രീഡം മാത്രമല്ല, എവരിതിങ്, എല്ലാ അവകാശങ്ങളും. അതുകൊണ്ടാണ് ഈ റൈറ്റ് ടു ലൈഫ് ആർട്ടിക്കിൾ 21 പണ്ട് ആദ്യം നമ്മൾ കൊടുക്കുന്നത് ആഹാരം, പാർപ്പിടം, വസ്ത്രം, ഈ 3 ഇൻഗ്രീഡിയൻസ് ആയിരുന്നു ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫിന്. ഒരു ജീവിക്കാൻ ഒരാൾക്ക് വേണ്ടത് ഇത്രയാണ് എന്ന് നമ്മൾ പറയും. മൃഗത്തിന് വേണ്ടത് വസ്ത്രം മാത്രമേ ഉള്ളതിനാണ്. ബാക്കി മുഴുവൻ മൃഗത്തിനും മനുഷ്യനും ഒരുപോലെയാണ്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു 2 എലമെൻറ്റ്സ് കൂടെ വന്നിരുന്നു ആ റൈറ്റ് ടു ലൈഫിനകത്ത്. അതായത് ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, ഇതും കൂടെ വന്നു. അങ്ങനെ ഈ 5 ഇൻഗ്രീഡിയൻസ് ആണ് യഥാർത്ഥത്തിൽ നമുക്ക് റൈറ്റ് ടു ലൈഫ് എന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അത് മാത്രമല്ല, അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം പ്രൈവസി, റൈറ്റ് ടു പ്രൈവസി, ഇറ്റ് ഈസ് ഓൾസോ അത് റൈറ്റ് ടു ലൈഫിനകത്ത് വരും. അപ്പോൾ അത് മനുഷ്യാവകാശമാണ്. അപ്പോൾ മനുഷ്യാവകാശങ്ങളെന്ന് പറയുന്നതിന് വളരെ വലിയ വ്യാപ്തിയുണ്ട്. ഞാൻ ദുഃഖിതനാണെന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? മനുഷ്യാവകാശങ്ങൾ ഇത്രയൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. ഞാൻ ഡിസംബർ 10 1 or 2 സെമിനാറുകൾ ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെയ്തതാണ് മനുഷ്യാവകാശ സംഘടനകൾക്ക് വേണ്ടി. പക്ഷേ ഇതൊക്കെ ആയാലും
നിങ്ങളിപ്പോൾ ഇന്ന് ആനുകാലികമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ കണ്ടില്ലേ? മാതൻ എന്ന് പറയുന്ന ഒരു ആദിവാസി ഒരു കാറിൽ ഒരു 4 ചെറുപ്പക്കാർ വൃത്തികെട്ടവന്മാർ അയാളുടെ റോഡിലൊരു വലിച്ചടിക്കുന്ന നമ്മൾ കണ്ടതല്ലേ? അയാളുടെ ദേഹത്തെ തൊലി മുഴുവൻ തോല് ദേഹത്തെ പോയി. അയാൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. കാറിലൂടെ ഒരു മനുഷ്യനെയാണ് കാറിലൂടെ വലിച്ചുകൊണ്ട് പോകുന്നത്. ഒരു നായ കെട്ടി വലിച്ചുകൊണ്ട് പോയതിന് എന്തുമാത്രം ബഹളം ഉണ്ടാക്കി ഇവിടെ മനുഷ്യാവകാശ സംഘടനകളും അതുപോലെ അനിമൽ പ്രൊട്ടക്ഷൻ ഫോറവും ഒക്കെ. പക്ഷേ ഈ ആദിവാസി എന്ന് പറയുന്ന ആളെ കെട്ടി വലിച്ചുകൊണ്ട് പോയപ്പോൾ എത്ര പേരെ അതിന് പ്രതികരിക്കുന്നു? വളരെ കുറച്ച് പേരാണ് അതിനെ പ്രതികരിക്കുന്നത്. അപ്പോൾ അത് നോക്കിക്കോണം. അയാൾ ഒരു ഷെഡ്യൂൾഡ് ട്രൈബാണ്, ആദിവാസിയാണ്. പക്ഷേ ഈ ഭരണഘടന നിലവിൽ വന്നിട്ട് 75 വർഷം കഴിഞ്ഞിട്ടും ഈ ആദിവാസിക്ക് എന്ത് സ്വാതന്ത്ര്യമുള്ളത്, എന്ത് മനുഷ്യാവകാശം അയാൾക്കുള്ളത്? അയാളെ മനുഷ്യനായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ? ഈ കെട്ടിവലിച്ചന്മാരോട് പോയപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് യഥാർത്ഥ അറബിക് ലോസ് ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇത് അവിടെ കാണാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന പറയാം? അതിന് പകരം ഇതേപോലെ യവന്മാരെ കെട്ടിവലിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് എന്താണ് അവിടെ ഇങ്ങനെയുള്ളതൊന്നും പഠിത്തില്ല. അവിടെ മോഷ്ടിക്കുന്നവന്റെ അവിടെ കൈവിട്ടു. കാരണം എന്താണ്? പിന്നെ ഇത് കാണുന്നവൻ പിന്നെ മോഷ്ടിക്കത്തില്ല. കൊലപാതകം നടത്തുന്നവന്റെ തല അവിടെ വിട്ടു. കാരണം എന്താ? ഇത് കാണുന്നവന്മാര് പിന്നെ ആരെയും കൊല്ലാൻ പറ്റത്തില്ല. യഥാർത്ഥത്തിൽ അവിടെയല്ലേ മനുഷ്യാവകാശങ്ങൾ നന്നായിട്ട് നടക്കുന്നതെന്ന് ആലോചിക്കുള്ളൂ. ഞാൻ പറഞ്ഞത് ഈ ലോ എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് ആവണം. ഒരുപാട് പണിഷ്മെന്റ് എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആവണം. ഈ അടുത്ത കാലത്ത് തന്നെ ഇപ്പോൾ സുപ്രീം കോടതി കിടന്ന് ആദ്യം നമുക്ക് ചിരി വരും കേൾക്കുമ്പോൾ. അതായത് ഈ ബലാത്സംഗ കുറ്റം ചെയ്യുന്നവരുണ്ടല്ലോ, അവന്മാരെ വന്ധീകരിക്കണം എന്നുള്ളത്, വന്ധ്യീകരണം നടത്തണം എന്നൊരു ഹർജി സുപ്രീം കോടതി കൊടുത്തു. സാധാരണ മുമ്പായിരുന്നെങ്കിൽ സുപ്രീം കോടതി ഇത് ഔട്ട്റൈറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്യും, തള്ളും ആദ്യം തന്നെ, ഇതിന് കാര്യമില്ല. പക്ഷേ ഇപ്പൊ സുപ്രീം കോടതി പോലും അത് തള്ളാൻ തയ്യാറായില്ല. ഗവൺമെന്റിന്റെ അതിനകത്ത് റിപ്ലൈ ചോദിച്ചേക്കാണ്, റിമാർക്സ് ചോദിച്ചേക്കാണ് വന്നേക്കുന്നത്. കാരണം എന്താ? ഇത് കൊറിയ നമുക്ക് കേൾക്കണം. കൊറിയ ഉണ്ടല്ലോ, സൗത്ത് കൊറിയയിലും പിന്നെ ഇന്തോനേഷ്യയിലും ഇത് നടക്കുന്നുണ്ട് ഈ സംഭവം. അവിടെ അതുകൊണ്ട് ബലാത്സംഗങ്ങൾ വളരെ കുറഞ്ഞിട്ടുണ്ട് അവിടെ. എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ, പക്ഷേ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം വിചാരിക്കും നമ്മുടെ ഏറ്റവും വലിയൊരു ഹ്യൂമൻ റൈറ്റ്സ് പെടുന്ന ഒരു കാര്യം വയലേഷൻ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഇന്നലെ കാണുന്ന വയലേഷൻസ് ഒന്നും ഇന്ന് വയലേഷൻസ് അല്ല എന്ന് വരുന്ന ഒരു ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്. സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഒരു ഹർജി നടന്നപ്പോൾ അത് നോട്ടീസ് അയക്കാൻ കോടതി തയ്യാറായി. സുപ്രീം കോടതി മറ്റേ നോട്ടീസ് അല്ല, ആർട്ടിക്കിൾ 32 അനുസരിച്ച് അതിന് നോട്ടീസൊന്നുമില്ല. അപ്പോൾ തന്നെ ഔട്ട്റൈറ്റ് ആയിട്ട് നോ എന്ന് പറഞ്ഞിട്ട് ദിസ് ഇസ് അഗൈൻസ്റ്റ് നമ്മൾ പറയും എന്താ നമ്മുടെ സംസ്കാരത്തിനും അതുപോലെ കൾച്ചറിനും സിവിലൈസേഷനും ഒക്കെ എതിരാണ് എന്ന് പറഞ്ഞുള്ള ഒരു കാഴ്ചപ്പാടെടുത്തും മനുഷ്യാവകാശ ലംഘനമാണത് എന്ന് പറഞ്ഞല്ലോ. അതൊരു സ്വാഗതാർഹമായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ആദ്യം ഞാനും ഇത് കണ്ടപ്പോൾ ചിരിച്ചെങ്കിൽ പോലും എനിക്ക് സന്തോഷം തോന്നിയിട്ടുണ്ട്. കാരണം ഈ മാതന്റെ കാര്യം ആലോചിച്ചപ്പോൾ തെരുവിലൂടെ വലിച്ചഴിക്കപ്പെട്ട ഒരു മനുഷ്യൻ 4 കിലോമീറ്ററാണ് അയാൾ വലിച്ചഴിച്ചത്. അദ്ദേഹം പോലൊന്നുമില്ല. അയാൾ എന്തിനാ അയാളെ വലിച്ചഴിച്ചെന്ന് അയാൾക്ക് അറിയില്ല. അതാണ് പ്രശ്നം. എന്തുകൊണ്ട് അയാൾ വലിച്ചഴിക്കപ്പെട്ടു തെരുവിലൂടെ എന്ന് അയാൾക്കറിയില്ല.